എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നവരാത്രി ദിനത്തിൽ 9ാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്ന ദേവിയെക്കുറിച്ചാണ്. ഈ ദേവിയുടെ പേര് സിദ്ധിദാത്രി ദേവി എന്നാണ്. സിദ്ധി എന്നാൽ അമാനുഷിക ശക്തി എന്നർത്ഥം. ശക്തി എന്നാൽ ധ്യാനത്തിലൂടെ ആർജിച്ചെടുത്ത കഴിവ് എന്നാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുള്ള കഴിവ് എന്നൊക്കെ പറയും. ദാത്രി എന്നാൽ നൽകുന്നവൾ. അപ്പൊ സിദ്ധി ദാത്രി, അതാണ് ആ ദേവിയുടെ പേരിന്റെ അർത്ഥം. ശിവഭഗവാന്റെ ഒരു ഭാഗം തന്നെ ഈ സിദ്ധിദാത്രി ദേവിയുടേതാണെന്നാണ് പറയപ്പെടുന്നത്. ശംഖം, ചക്രം, ഗദ, താമര ഇവയൊക്കെയാണ് ദേവിയുടെ കൈകളിലുള്ളത്. തന്നെ ഭക്തിയോടും നിഷ്ഠയോടും കൂടി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് എല്ലാവിധത്തിലുള്ള സിദ്ധികളും അറിവുകളും നൽകുന്ന ദേവിയാണ് സിദ്ധിദാത്രി ദേവി. ഭഗവാൻ പരമേശ്വരന് സിദ്ധികൾ നൽകിയത് ഈ ദേവി ആയതുകൊണ്ടാണ് ഭഗവാന്റെ ശരീരത്തിന്റെ പകുതി ഈ ദേവിക്ക് നൽകിയതും ഭഗവാൻ അർദ്ധനാരീശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നവഗ്രഹങ്ങളിൽ കേതുവിന്റെ അതിദേവതയാണ് ഈ ദേവി. അതുകൊണ്ട് തന്നെ കേതുർദശയിലോ കേതുവിന്റെ അപഹാരത്തിലോ ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നവരാത്രിയിൽ 9ാമത്തെ ദിവസത്തിലെ സിദ്ധിദാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ ദുർഗമനൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ ദേവന്മാർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വേദങ്ങളെല്ലാം കൂടി മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. അതോടുകൂടി ഈ പ്രപഞ്ചത്തിൽ അറിവുകൾ ഇല്ലാതായി എന്നാണ്. അന്ധകാരം മാത്രമായിട്ട് മാറി. നിയമങ്ങളില്ലാതായി, ജ്ഞാനവിജ്ഞാനങ്ങളില്ലാതായി, പരസ്പരം തിരിച്ചറിവില്ലാതായി. ഇങ്ങനെയൊക്കെയുള്ള അതികഠിനമായ സാഹചര്യം പ്രപഞ്ചത്തിൽ ഉണ്ടായി. സിദ്ധിദാത്രി ദേവിയാണ് ഈ അസുരന്മാരെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നവരാത്രിയുടെ 9ാമത്തെ ദിവസം ഈ ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ സർവ്വവിധത്തിലുള്ള അജ്ഞാനങ്ങളും മാറി വിജ്ഞാനം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് സത്യം. 8ാം ദിവസം വരെയുള്ള ദേവി പ്രാർത്ഥനയും പൂജകളും മന്ത്രജപങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള അന്ധകാരങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയാണ്. 9ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അന്ധകാരം മാറി വെളിച്ചം, അജ്ഞത മാറി അറിവ്, ഇതെല്ലാം നമുക്ക് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം മറ്റൊരു ഐതിഹ്യ കഥ, ത്രിപുരം എന്ന 3 മായാ നഗരങ്ങളുടെ ഉടമസ്ഥന്മാരായിരുന്ന 3 അസുരന്മാരുണ്ടായിരുന്നു. അപ്പൊ ഈ അസുരന്മാരുടെ പേര് ത്രിപുരന്മാർ എന്നായിരുന്നു. തികച്ചും മായാ നഗരമായിരുന്നു അത്. മറ്റാർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത, ഇവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മായാനഗരം. ഇത് ബ്രഹ്മദേവൻ കൊടുത്ത വരമാണ്. അതിൽ ആദ്യ വരം ഇതാണ്: ഞങ്ങൾക്ക് 3 പേർക്ക് 3 പുരങ്ങൾ വേണം. ഈ നഗരങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ലോകം മുഴുവൻ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള കഴിവ് വേണം. 1000 വർഷങ്ങളാകുമ്പോൾ മാത്രമേ ഈ 3 നഗരങ്ങളും കൂടി ഒരുമിച്ച് വരാവൂ. അതാണ് 2ാമത്തെ വരം. 3 നഗരങ്ങളും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സമയത്ത് മാത്രമേ ആർക്കെങ്കിലും തങ്ങളെ വധിക്കാൻ കഴിയാവൂ. ഒറ്റ അമ്പ് കൊണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെ വേണം 3 പേരെയും വധിക്കുവാൻ ഉള്ള വിചിത്രമായ വരം ബ്രഹ്മാവിൽ നിന്നും ഈ ത്രിപുരന്മാര് വാങ്ങിയെടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ വധിക്കണമെങ്കിൽ ഏത് ശക്തിക്കാണെങ്കിലും 1000 വർഷം കാത്തിരിക്കേണ്ടി വരും. 1000 വർഷം ആകുമ്പോൾ മാത്രമേ ഈ 3 പുരങ്ങളും കൂടി ഒരുമിച്ച് വരികയുള്ളൂ. ഒരുമിച്ച് വന്നാൽ തന്നെ ഒറ്റ അമ്പ് കൊണ്ട് തന്നെ വധിക്കപ്പെടണം. അല്ലെങ്കിൽ വീണ്ടും ഇത് മാറിപ്പോവുകയും വീണ്ടും അടുത്ത 1000 വർഷം കാത്തിരിക്കുകയും വേണം. ഈ അസുരന്മാർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ പുരങ്ങളിൽ സഞ്ചരിച്ച് പ്രപഞ്ചമാകെയുള്ള ജീവജാലങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കി, ദേവന്മാർക്ക് പോലും ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തി. 1000 വർഷം ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഈ മായ അസുരന്മാരെ വധിക്കുന്നതിന് വേണ്ടി. ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ മഹാദേവനാണ് ഈ ത്രിപുരന്മാരെ വധിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. അപ്പൊ സിദ്ധിദാത്രി ദേവി ദേവന്മാരുടെ ശക്തി പൂർണ്ണമായും സ്വീകരിച്ചു. അതിനുശേഷം തന്റെ പകുതി ശക്തി സിദ്ധിദാത്രി ദേവി മഹേശ്വരന് നൽകി. അങ്ങനെ മഹേശ്വരൻ ഈ ശക്തിയോടുകൂടി 1000 വർഷം കാത്തിരിക്കുകയാണ്. 1000 വർഷം കാത്തിരുന്നു. ഈ 3 പുരങ്ങളും കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഒരമ്പ് കൊണ്ട് മഹേശ്വരൻ ഈ 3 പേരെയും വധിച്ചു. ലോകത്തെ തിന്മയിൽ നിന്നും രക്ഷിച്ചു. അതുകൊണ്ട്
തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം ഈ ദേവിക്ക് കൊടുക്കുകയാണ് മഹേശ്വരൻ. അങ്ങനെ അർദ്ധനാരീശ്വരൻ എന്ന പേരിൽ അറിയപ്പെടും. ഇതിലെ തത്വം എന്തെന്നാൽ മനുഷ്യരുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന തിന്മകൾ അല്ലെങ്കിൽ ആസുരിക ഭാവങ്ങൾ ദേവിയുടെ പ്രാർത്ഥനയിലൂടെ പൂർണ്ണമായും മാറുന്നു എന്നുള്ളതാണ്. सिद्धगन्धर्वयक्षाघैर्सुरैरमरैरपि सेव्यमाना सदा भूयात् सिद्धिदा सिद्धिदायिनी।